ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ളതാണ്. ഈ വർഷത്തെ ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം നേടിയ ഉത്തരാഖണ്ഡ് സ്വദേശിയായ ചണ്ഡി പ്രസാദ് ഭട്ട് ഏതു പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ്? ചിപ്കോ പ്രസ്ഥാനം. ഇത് രൂപം കൊണ്ടത് 1973 ആണ്. ഒക്ടോബർ 12 അന്തരിച്ച ഇന്ത്യൻ ആനിമേഷൻ്റെ പിതാവ് റാം മോഹൻ തിരുവല്ല സ്വദേശിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം രാമായണ അദ്ദേഹത്തിൻ്റേതാണ്. മുംബൈയിലെ ഗ്രാവിറ്റി സ്കൂൾ ഓഫ് ആനിമേഷൻ്റെ സ്ഥാപകൻ ആണ്. 2014 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ ചൈന അനൗപചാരിക ഉച്ചകോടി നടന്നത് എവിടെ വെച്ചായിരുന്നു? മഹാബലിപുരം. മധ്യപ്രദേശ് സർക്കാരിൻ്റെ 2018-2019 കിഷോർ കുമാർ സമ്മാൻ നേടിയ മലയാള സംവിധായകൻ പ്രിയദർശൻ. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക പരിശീലനമാണ് ധർമ്മ ഗാർഡിയൻ 2019? ജപ്പാൻ. ഹഗിബിസ് ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം? ജപ്പാൻ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം? ശനി. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം മഞ്ജു റാണി. 2019 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആബി അഹമ്മദ് അലി ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്? എത്യോപ്യ. ദേശീയ കഥകളി ദിനമായി ആചരിക്കണം എന്ന ആവശ്യമുയരുന്നത് ഏതു കവിയുടെ ജന്മദിനമാണ്? വള്ളത്തോൾ. ഒക്ടോബർ 16 അദ്ദേഹത്തിൻ്റെ ജന്മദിനം.